ഒരുപാട് തവണ അമലേട്ടൻ നിർബന്ധിച്ചിട്ട് ഞാൻ പോവാത്തൊരു കാര്യമാണ് കേട്ടോ ബോളിങ്. മംഗലാപുരത്തൊക്കെ നമ്മളുള്ള സമയത്ത് ഒരുമിച്ച് ഇതുപോലെ പോയിട്ടുണ്ടെങ്കിലും അന്നൊന്നും ഞാൻ ഇതിനു വേണ്ടിയിട്ട് ചെയ്യാൻ നിന്നിട്ടില്ല. പക്ഷെ ഇന്നെന്തായാലും രക്ഷപ്പെടാൻ ഒരു വഴിയില്ലാത്തത് കൊണ്ട് നമുക്ക് ചെയ്യേണ്ടി വന്ന ഒരു ദിവസമാണ്. വന്നപാട് ടീം രണ്ടായി സ്പ്ലിറ്റ് ചെയ്ത് 3-3 ആൾക്കാരുടെ ഓരോരോ ടീമായി കേട്ടോ. ഞാൻ സൈഡിൽ ബോർഡേഴ്സ് ഒന്നും ഇല്ലാത്ത അഹങ്കാരത്തിലാണ് ആദ്യമേ കളി തുടങ്ങിയത്. ആദ്യമായിട്ട് എറിയുന്ന ഒരാളുടെ എന്തെങ്കിലും അഹങ്കാരം എനിക്ക് കാണാനുണ്ടോ ഗൈസ്? ആദ്യമായിട്ട് കളിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു താല്പര്യക്കൂടുതൽ എനിക്കുണ്ടായിരുന്നു. എന്തായാലും എങ്ങനെയൊക്കെ എറിഞ്ഞു കൊള്ളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പല ബോളും പല വഴിക്ക് പോകുന്നുണ്ട്. എന്നാലും പൊരിഞ്ഞ പോരാട്ടമാണ് കേട്ടോ. ഏകദേശം 2-3 റൗണ്ടൊക്കെ കഴിഞ്ഞോടുകൂടി ആരാണ് ജയിക്കുക ആരാണ് തോൽക്കുക എന്നുള്ളതിൽ നല്ല ധാരണയായതുകൊണ്ട് പിന്നീട് അങ്ങോട്ട് ഒരു അർജം പുറഞ്ഞ ഏറായി മാറി. സ്കോർ ബോർഡിൽ നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ, ഫുഡ് ഓർഡർ ചെയ്യണമെന്നൊക്കെ നോട്ടിഫിക്കേഷൻ വന്നതോടുകൂടി ഞങ്ങൾക്ക് നല്ല വിശപ്പും വന്നു. അങ്ങനെ വയറ് നിറച്ച് ഫുഡും കഴിച്ച് വീണ്ടും എറിയലും. ആദ്യത്തെ റൗണ്ട് തോറ്റെങ്കിലും രണ്ടാമതാണ് അമലേട്ടൻ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചോളാം. എന്നെ കൊണ്ട് പൊക്കാൻ പറ്റാത്ത ബോൾ എടുത്ത് എറിഞ്ഞ് എങ്ങോട്ടൊക്കെയോ പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ആദ്യത്തെ കളി. കറക്റ്റ് വെയിറ്റിനനുസരിച്ചുള്ള ബോൾ എടുത്തതിന് ശേഷം കുറച്ചെങ്കിലും അവിടെ ഇവിടെയൊക്കെ കൊള്ളുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഭാര്യയുടെ തോൽവി ഒരു ലെവലേഷൻ പോലും ബാധിക്കാത്ത ഒരു ഭർത്താവിന്റെ കളിയാണ് നിങ്ങൾ. അവിടുത്തെ കളി അവസാനിപ്പിച്ച് അടുത്ത സ്ഥലത്ത് കയറി വീണ്ടും കുറച്ചു നേരം കളിച്ച് നേരെ വീട് പിടിക്കാൻ വേണ്ടി പോവാണ്.